റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പരസ്യമായി പിന്തുണച്ച അടൂർ പ്രകാശിന്റെ പ്രസ്താവനയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അമർഷം. സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അടൂർ പ്രകാശ് ഇങ്ങനെയൊരു പ്രതികരണം നടത്തി യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന്റെ ക്ഷീണമൊന്ന് മാറി വരുമ്പോഴാണ് അടൂർ പ്രകാശ് അടുത്തുകൊണ്ടു കൊടുത്തത്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ദിലീപിനെ പിന്തുണച്ചത് അപക്വമെന്നാണ് വിമർശനം. അടൂർ പ്രകാശിന്റെ പ്രതികരണങ്ങൾ പാർട്ടിക്ക് തലവേദനയാകുമെന്നും വിലയിരുത്തൽ. അതിജീവിതയെ തള്ളിപ്പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടൂർ പ്രകാശ് പിന്തുണച്ചതും തെറ്റെന്ന് നേതാക്കൾ പറയുന്നു. UDFന്റെയും കോൺഗ്രസിന്റെയും സ്ത്രീവിരുദ്ധ നിലപാട് വ്യക്തമായെന്ന് ദേശാഭിമാനി ലേഖനമുണ്ട്. റോഷിപാലും അർജുൻ കല്യാടുമുണ്ട്. ആദ്യം ഞാൻ അർജുൻ കല്യാടിലേക്കൊന്ന് പോകാം. കാരണം ഇന്ന് അത് വലിയ ആയുധമായി CPM ഉപയോഗിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അർജുൻ. ഗുഡ് മോർണിംഗ് റോഷി. അർജുൻ കല്യാട്, ദേശാഭിമാനിയിലെ മുഖപ്രസംഗത്തിൽ അത് വരുമെന്ന് നമ്മൾ ഇന്നലെ തന്നെ പ്രതീക്ഷിച്ചതാണ്. കാരണം ഇന്നലെ തന്നെ അടൂർ പ്രകാശിന്റെ ഈ പ്രസ്താവന CPM തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണ വിഷയമാക്കി മാറ്റിയിരുന്നു. ഇന്നലെ 7:49 ഈ വിഷയം വരുന്നത്. നമ്മളത് റിപ്പോർട്ട് ചെയ്തു. ഉടൻ തന്നെ CPM ഇടത് സൈബർ കേന്ദ്രങ്ങളുമൊക്കെ വലിയ ആയുധമാക്കി മാറ്റി. വലിയ പ്രചരണമുണ്ടായി, പ്രതികരണങ്ങൾ വന്നു. ദേശാഭിമാനിയിൽ മുഖപ്രസംഗവുമുണ്ട്. നാളെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ അത് കോൺഗ്രസിന് തലവേദനയാകുമല്ലോ. ഇപ്പോൾ CPM അത് രാഷ്ട്രീയായുധമായി പ്രയോഗിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്ത് അതിജീവിതയ്ക്കൊപ്പം നിൽക്കാത്ത UDF എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ എന്ന മട്ടിലാണോ പ്രചരണം? അർജുൻ കല്യാൺ. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പ്രചരണത്തിന് തന്നെയാണ് CPM തയ്യാറെടുക്കുന്നത്. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആദ്യഘട്ടത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെയാണ് അടൂർ പ്രകാശ് ഇത്തരം ഒരു പ്രതികരണം നടത്തിയത്. മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ CPM അത് വലിയ പ്രചരണ ആയുധമാക്കി മാറ്റി. വോട്ട് ചെയ്ത് പുറത്തിറങ്ങുന്ന CPIMന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അതിരൂക്ഷമായ ഭാഷയിൽ അടൂർ പ്രകാശിനെയും UDFനെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചയും കണ്ടതാണ്. ഇനിയിപ്പോൾ നാളെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. തീർച്ചയായും സ്ത്രീ വോട്ടർമാരെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സ്ത്രീ വോട്ടർമാർ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ സ്വാഭാവികമായും വലിയ രീതിയിൽ UDFന്റെ സ്ത്രീപക്ഷ നിലപാട് ഇതാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് സമീപനമാണോ പലപ്പോഴും UDF സ്വീകരിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ പ്രധാനമായും CPM ഉയർത്തുകയാണ്. ഇന്ന് എന്തായാലും ദേശാഭിമാനിയുടെ മുഖപ്രസംഗം അടൂർ പ്രകാശിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഉള്ളത്. ഈ കേസിൽ നിന്നും ഒഴിവാക്കപ്പെട്ട നടന്റെ വക്കാലത്ത് ഏറ്റെടുക്കുന്നത് പോലെയാണ് അടൂർ പ്രകാശ് പ്രതികരണം നടത്തിയത് എന്നുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ദേശാഭിമാനി ലേഖനത്തിലുള്ളത്. UDFന്റെയും കോൺഗ്രസിന്റെയും സ്ത്രീവിരുദ്ധ നിലപാടാണ് ഈ പ്രതികരണത്തിലൂടെയെല്ലാം വ്യക്തമാകുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാട് അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. സ്വാഭാവികമായും ആ തരത്തിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അടൂർ പ്രകാശിന്റെ വാക്കുകളിലൂടെ ഇന്നലെ വ്യക്തമാവുകയും ചെയ്തത് എന്നുള്ളതാണ് CPMന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് CPMന്റെ ഒരു പാർട്ടി പത്രം എന്ന രീതിയിലുള്ള ദേശാഭിമാനിയിലെ ആ മുഖപ്രസംഗം വ്യക്തമാക്കുന്നത്. എന്തായാലും CPM ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രചരണ ആയുധമാക്കി മാറ്റുകയാണ്. തീർച്ചയായിട്ടും UDF വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ UDFനെ ആകെ വെട്ടിലാക്കുന്ന തരത്തിലായിരുന്നു അടൂർ പ്രകാശിന്റെ ഈ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. മണിക്കൂറുകൾക്കുള്ളിൽ ആ നിലപാട് ഞാൻ എന്റെ കയ്യിൽ ദേശാഭിമാനിയുണ്ട്. ദേശാഭിമാനിയുടെ ആദ്യ പേജിൽ തന്നെ ദിലീപിന് നീതി കിട്ടിയെന്ന് UDF കൺവീനർ. പ്രതിപക്ഷം വേട്ടക്കാർക്കൊപ്പം എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പീൽ പോകുന്നത് വേറെ പണിയില്ലാത്തതിനാൽ അടൂർ പ്രകാശ് പറഞ്ഞത് UDF നിലപാടാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും ആദ്യ പേജിൽ കൊടുക്കുന്നു. ഉൾപേജിൽ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് UDFന്റെ സ്ത്രീവിരുദ്ധ നിലപാട്. കേരളം അതിജീവിതയ്ക്കൊപ്പം 8.5 വർഷം മുമ്പത്തെ ആ ദിനത്തെ നീതിക്കായുള്ള പോരാട്ടത്താൽ അതിജീവിച്ച പെൺകുട്ടിക്കൊപ്പം സംസ്ഥാന സർക്കാരും പൊതുസമൂഹവും നിലകൊള്ളുമ്പോഴാണ് UDFന്റെ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധ നിലപാട് മറന്നേക്ക് പുറത്തു വരുന്നത്. പക്ഷേ ഇത് UDFന്റെ നിലപാടെന്ന് പറയുക സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം പിന്നീട് KPCCയും കോൺഗ്രസും പ്രതിപക്ഷ നേതാവും സണ്ണി ജോസഫും അടക്കമുള്ളവർ ഈ നിലപാടിനെ തിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കോൺഗ്രസിനൊരു തലവേദനയായി മാറുന്നു. റോഷി ബാൽ നമുക്കൊപ്പമുണ്ട്. റോഷി, ഇന്നലെ തന്നെ നമ്മൾ ഭയന്നിരുന്നതാണ് ഇത് തെരഞ്ഞെടുപ്പിലൊരു വലിയ വിഷയമായി മാറും. അത് വ്യക്തിപരമായ ഒരു പരാമർശമായിട്ടാണ് നമ്മൾ കണ്ടതെങ്കിലും UDF കൺവീനർ പറഞ്ഞു. പിന്നീട് 4 മണിക്കൂർ സമയമെടുത്ത് തിരുത്തുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇത് കോൺഗ്രസിനൊരു തലവേദനയായി മാറിയിട്ടുണ്ട്. ഇതൊരു പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. ഇതിൽ ശക്തമായ ഒരു വിയോജിപ്പ് നേതാക്കൾ പ്രകടിപ്പിച്ചു. ഈ അടൂർ പ്രകാശിന് ആദ്യത്തെ ഘട്ടത്തിലല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും ഓടിയാണ് എന്ന മട്ടിലുള്ള ഒരു പ്രതികരണം നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇപ്പോൾ തുടർച്ചയായി 2ാമത്തെ രീതിയിലാണ് സമാനമായ പ്രതികരണം വരുന്നത്. ഇതിൽ വലിയ അമർഷമുണ്ടോ നേതാക്കൾക്ക്? റോഷി. അരുൺകുമാർ, കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അമർഷമാണ്. കാരണം ഇന്നലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമാണ്. ആദ്യഘട്ടത്തിന്റെ തുടക്കത്തിലെ മണിക്കൂറിൽ തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലാണ് UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശിന്റെ ഭാഗത്ത് പ്രസ്താവന വന്നത്. കേരളമാകെ അതിജീവിതക്ക് അനുകൂല നിലപാടെടുക്കുമ്പോൾ
സർക്കാരും നേതാക്കളുമൊക്കെ അതിജീവിതയ്ക്ക് പൂർണ്ണമായി നീതി ലഭിച്ചില്ലെന്ന് പറയുമ്പോൾ തന്നെയാണ് UDF കൺവീനർ കൂടിയായ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവ് അടൂർ പ്രകാശ് ഇതിൽ 8ാം പ്രതി ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് അതിജീവിതയ്ക്ക് അനുകൂലമായി സർക്കാർ എടുക്കുന്ന തീരുമാനത്തെ വിമർശിച്ച് ഒരു തരത്തിലും അപ്പീൽ പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നത് അപ്രതീക്ഷിതമായിരുന്നു കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു പ്രസ്താവന. കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ്. അതിന് വിരുദ്ധമായി പ്രസ്താവിച്ചതിന് പിന്നാലെ തന്നെ നേതാക്കൾ അപ്പോൾ തന്നെ ഇടപെട്ട് അടൂർ പ്രകാശനെ കൊണ്ട് തിരുത്തിച്ചെങ്കിൽ പോലും അത് എതിരാളികൾ രാഷ്ട്രീയ ആയുധമാക്കിയതോടെ തിരിച്ചടിയാകുമെന്ന ആശങ്ക പോലുമുണ്ട്. മാത്രമല്ല തുടർച്ചയായി അടൂർ പ്രകാശ് ഇത്തരത്തിൽ പ്രസ്താവനകൾ ഇറക്കി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുവെന്ന ഒരു വിലയിരുത്തൽ കൂടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണ് രാഹുലിനെ തുടർച്ചയായി അനുകൂലിച്ചുകൊണ്ട് രാഹുലിനെതിരെയുള്ള പരാതികളെ പോലും തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമായിരുന്നു. മാധ്യമങ്ങളെ വിമർശിച്ചടക്കം അടൂർ പ്രകാശ് സാധാരണ ഒരു MP മാത്രമല്ല, അടൂർ പ്രകാശ് UDFിന്റെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ആളാണ്. UDFിന്റെ കൺവീനറാണ്. UDFിലെ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടിയല്ല അടൂർ പ്രകാശ് പറഞ്ഞത്. ആ കാര്യത്തിൽ ഘടകകക്ഷികൾ കൂടി അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. ഏതായാലും അടൂർ പ്രകാശിനെതിരെ കടുത്ത വികാരമാണ് കോൺഗ്രസിനകത്ത്, പ്രത്യേകിച്ച് വനിതാ നേതാക്കളടക്കം. കാരണം PT തോമസ് ഇതിനകത്ത് നിർണായക പങ്ക് വഹിച്ച ഒരു നേതാവ് കൂടിയാണ്. അങ്ങനെയുള്ള PT തോമസിന്റെ ഒരു ഓർമ്മകളെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് അടൂർ പ്രകാശിന്റെ പരസ്യ നിലപാടെന്ന വിമർശനം കൂടി കോൺഗ്രസിനകത്ത് ഉയരുന്നുണ്ട്. ഓക്കെ, അതെന്തായാലും തലവേദനയായി മാറിയിട്ടുണ്ട്. റോഷിക്ക് ഒരു കമന്റ് ഉണ്ട്. ജ്യോതിഷ് പറയുന്നു, കുറെ എണ്ണം കൂട്ടം കൂടി കുരച്ചിട്ടും തെറി വിളിച്ചിട്ടും നിങ്ങൾ എന്ത് ചെയ്താലും ശരി അവൾക്കൊപ്പം തന്നെ ആയിരിക്കുമെന്ന് അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അയാൾ അത്ഭുതപ്പെടുത്തി. ഒത്തിരി സ്നേഹം, ബഹുമാനം റോഷി ചേട്ട എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. റോഷി നിരവധി കമന്റുകളാണ് എനിക്കും വ്യക്തിപരമായിട്ടും അതല്ലാതെയും റോഷിയുടെ അന്നത്തെ റിപ്പോർട്ടിങ്ങിനിടയിൽ കുറേ ആളുകൾ, ഈ ദിലീപ് അനുകൂലികൾ എന്ന് പറയുന്ന ആളുകൾ വന്ന് നമ്മളെ അസഭ്യം പറയുകയും മോശമായിട്ടൊക്കെ പെരുമാറുകയും ഒക്കെ ചെയ്ത സമയത്ത് റോഷി എടുത്ത നിലപാടിനെ ോടൊപ്പം ഐക്യദാർഢ്യവുമായിട്ട് ഒരുപാട് പേര് എത്തുന്നുണ്ട്. അപ്പോൾ സധൈര്യം റോഷി തുടരുക. താങ്ക് യു റോഷി. അപ്പോൾ റോഷി പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ പലർക്കും അതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. ചെറുതായിട്ടല്ലല്ലോ, വലുതായിട്ടാണ് കേട്ടോ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ LDFിൻ്റെ കൺവീനറായിരുന്ന EP ജയരാജൻ ചേട്ടനാണ് ഈ പറയുന്ന ചില പ്രസ്താവനകളൊക്കെ നടത്തി തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം പരമാവധി തലവേദന ഉണ്ടാക്കി വെക്കുന്നത്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ലേ? അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണല്ലോ ജാവദേക്കർ വിഷയം വരുന്നത്. പ്രകാശ് ജാവദേക്കർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു എന്ന് അനാവശ്യമായൊരു വെളിപ്പെടുത്തൽ ആ സമയത്ത് നടത്തി. നേരത്തെ ഈ നന്ദകുമാറിൻ്റെ ഒരു വലയിൽ പോയി വീണു കൊടുത്തതാണ്, മീൻസ് ആ കുഴിയിൽ പോയി വീണു കൊടുത്തതാണ്. പിന്നീട് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദം പുറത്തു വരുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. പക്ഷേ അതിനുശേഷം കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും EP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. EP പിന്നീട് കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. കാര്യങ്ങൾ അബദ്ധമായി പോകരുത് അല്ലോ. പക്ഷേ ഇപ്പോൾ അടൂർ പ്രകാശാണ് ആ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ആദ്യം AI ഓഡിയോ ആണെന്ന് പറയുന്നു, അതല്ലെന്ന് തെളിയുന്നു. രണ്ടാമത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് നീതി കിട്ടി എന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവം. അതിനേക്കാൾ ഞെട്ടിച്ചത് അപ്പീല് സർക്കാർ പോകുന്നത് അയാളെ ദ്രോഹിക്കാൻ വേണ്ടിയാണത്രേ. കോൺഗ്രസ്സുകാരെന്ന് ഞെട്ടിപ്പോയി. ഈ ചങ്ങാതി എന്താ പറയുന്നത് നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും അടൂർ പ്രകാശ് കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചൊക്കെ പറയേണ്ട ആളായിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ.